നാം പള്ളിയിൽ മണിയടിക്കുന്നു. കുർബാന തുടങ്ങാറായി. ഇന്ന് കുർബാന കഴിഞ്ഞ് ആരാധനയുണ്ട്. ആരാധനയിലും കൂടിയിട്ട് വേണം നമുക്ക് മടങ്ങാൻ. ആരാധനയിൽ കൂടണോ അമ്മേ? ആരാധനയിൽ ഈശോ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരികയാണ്. നമുക്ക് ഈശോയെ സ്തുതിക്കാനും നന്ദി പറയാനുമുള്ള സമയമാണ് അത്. നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് വെച്ചിരിക്കുന്ന അപ്പത്തിൽ ഈശോ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഇതേ ചോദ്യം പണ്ട് അന്തോണീസ് പുണ്യാളനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ദൈവം തന്നെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ച് ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു. എന്താണ് അമ്മേ അത്ഭുതം? ഒന്ന് പറയോ? എനിക്ക് കേൾക്കാൻ കൊതിയാകുന്നു. പണ്ട് അന്തോണീസ് പുണ്യാളന്റെ കാലത്ത് ഒരു ദിവസം കടൽക്കരയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കാൻ കടലിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തി. അതെയോ? അപ്പോൾ അത്ര അഭിഷേകം നിറഞ്ഞതായിരിക്കും അച്ഛന്റെ പ്രസംഗം. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. വിഷമിക്കേണ്ട, ഇന്ന് അച്ഛൻ പള്ളിമുറ്റത്ത് പ്രസംഗിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അവിടുന്ന് സർവാത്മകനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവരുമാണ്. കഴിഞ്ഞ ദിവസം ഈ കടപ്പുറത്ത് സംഭവിച്ച അത്ഭുതത്തെ പ്രതി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ശൂന്യമായി കിടന്ന ഈ ദേവാലയം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അങ്ങനെ ഓരോ വിശുദ്ധ കുർബാനയിലും യേശു സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അപ്പമായി മാറുകയാണ്. യേശുവിൻ്റെ ശരീരമാണ്. യേശു തന്നെയാണ്. ഇയാളുടെ പൊള്ളത്തരങ്ങൾ ഞാൻ കാട്ടിത്തരാം. ആരുടെയച്ചോ, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ബോണല്ലോ, താങ്കളോ? താങ്കളുടെ പ്രസംഗം ഞാൻ കേട്ടു. പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, തെളിയിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തിലും വിശ്വസിക്കും. ഇങ്ങനെ പറയാൻ ആർക്കും കഴിയും? തെളിവാണ് എനിക്ക് വേണ്ടത്. താങ്കൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? കേട്ടുകൊള്ളൂ. എന്റെ കോപരക്കണ്ണേ, ഞാൻ 3 നാൾ പട്ടിണി കിടും. 3-ാം നാൾ ഞാൻ അതിനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടും. കഴുതയ്ക്കുള്ള പുല്ലും വൈക്കോലും വെള്ളവും ഞാൻ ഇവിടെ വയ്ക്കും. ഈ സമയം പരിശുദ്ധ കുർബാനയുമായി ആന്റണിയച്ചനും ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ കഴുതയുടെ കയറഴിച്ചു വിടും. വിശന്നു വലഞ്ഞ മൃഗം തീറ്റുപേക്ഷിച്ച്
പരിശുദ്ധ കുർബാനയെ വണങ്ങുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാം. താങ്കൾ എന്നെയല്ല വെല്ലുവിളിച്ചിരിക്കുന്നത്, ദൈവത്തെയാണ്. ആ കഴുതയെ 3 ദിവസം പട്ടിണിക്കണം. ഈ തൊഴുത്തിൽ മാറ്റിക്കട്ടെ, ഒന്നും കൊടുക്കരുത്. ഞാൻ നോക്കട്ടെ, കഴുത പുല്ല് തിന്നുമോ അതോ വിശുദ്ധ കുർബാനയെ വണങ്ങുമോ എന്ന്. എന്നോടാണ് ആന്റണി അച്ഛന്റെ കളി. നാഥ, ബോണിനെല്ലേക്കും റൊമിനി നഗരത്തിലെ ജനങ്ങൾക്കും വിശ്വാസവരം നൽകാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉപകരണമായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ യേശുവേ, ബോണിനെല്ലോ 3 ദിവസം പട്ടിണിക്കിട്ടിരിക്കുന്ന കഴുതയ്ക്കൊപ്പം ഞാനും ഉപവസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അത്ഭുതം നടത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കണമേ. ഓ ദൈവമേ, നാഥ, കരുണയായിരിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലാകും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്.
ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന ദൈവമാണ് ഈ തിരുവോസ്തിയിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ആലോചിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കഴുത പോലും തിരിച്ചറിഞ്ഞ ദിവ്യകാരുണ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ?